ഇന്ന് നമ്മൾ പഠിക്കുന്നത് അകാൽമേം ധൂപ് എന്ന് പറയുന്നൊരു കവിതയാണ്. അത് കേദാർനാഥ് സിംഗ് എഴുതിയിട്ടുള്ളതാണ്. അകാൽ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ അതെന്ന് പറയുന്നത് നമ്മുടെ ക്ഷാമമാണ്, പട്ടിണി, ദാരിദ്ര്യം. അപ്പോൾ ആ അവസ്ഥയിലെല്ലാം വരണ്ട് ഉണങ്ങി കരിഞ്ഞ് നശിച്ച് ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു ചെറിയ പുൽനാമ്പെങ്കിലും കാണുക എന്ന് പറയുന്നത് ഒരു പ്രത്യാശയുടെ പ്രതീകമാണ്. അപ്പം നമ്മുടെ ജീവിതവുമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം അതിനെ. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഡിസ്റ്റർബൻസസ് ഉണ്ടായി വരിക, എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട്, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ട്രോമ ഉണ്ടാവുന്ന സമയത്ത് ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് ആരെങ്കിലും വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടായാൽ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം, അപ്പോൾ ആ ഇല്ലായ്മ കാലത്ത് നമുക്ക് നേരെ നീളുന്ന ആ ഒരു സഹായ ഹസ്തത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ അകാൽമേം ധൂപ് എന്ന് പറഞ്ഞാൽ ആ വറുതിയിലെ ഒരു പുൽനാമ്പ്, അത് തരുന്ന പ്രതീക്ഷ, അതാണ് ഇതിൻ്റെ ഒരു കണ്ടൻറ്റ്. അപ്പോൾ കേദാർനാഥ് സിംഗിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ നോക്കാം. കേദാർനാഥ് സിംഗ് പ്രമുഖ ആധുനിക ഹിന്ദി കവി എവം ലേഖകോ മേ സേ ഏക് ഹൈ. അപ്പോൾ ആധുനിക ഹിന്ദി റൈറ്റേഴ്സിൽ, ഹിന്ദി പോയിറ്റ്സിലും അതുപോലെ റൈറ്റേഴ്സിലും ഒക്കെ പ്രധാനപ്പെട്ട പേരുകൾ വരുന്ന ഒരാളാണ് കേദാർനാഥ് സിംഗ്. കേദാർനാഥ് സിംഗ് ചർച്ചിത് കവിതാ സങ്കലൻ തീസറാ സപ്തക കെ സഹയോഗി കവിയോ മേ സേ ഏക് ഹൈ. അപ്പോൾ ഹിന്ദിയിൽ ഒരു കാലത്ത്, അതായത് ഏതാണ്ട് ഒരു 1943 ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഒരു സപ്തക് എന്ന് പറഞ്ഞിട്ടൊരു കാവ്യ പരമ്പര ഉണ്ടായിട്ടുണ്ട്. താർ സപ്തക് എന്ന പേരിൽ ഒരു 7 കവികളെ ഒരുമിച്ച് കൂട്ടി അഗ്നേയ് എന്നൊരു കവി, അദ്ദേഹം തന്നെ എഡിറ്ററായിരുന്നു കൊണ്ട്, അദ്ദേഹം തന്നെ അതിലെ ഒരു കവിയായിരുന്നു കൊണ്ട് ഈ 7 കവികളെ വെച്ചിട്ടൊരു പോയട്രി കളക്ഷൻ ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് ഈ താർ സപ്തക് എന്ന് പറയുന്നത്. അതായത് ഒരേ തരം സ്വഭാവമുള്ള കവികൾ, എഴുത്തിൽ ഒരേ ശൈലിയുള്ള കവികൾ. അപ്പോൾ അവരുടെ ആ ഒരു തരം പ്രോഗ്രസീവായിട്ടുള്ള കവിതകളാണ്. അപ്പോൾ അങ്ങനെയുള്ള 7 പേർ ചേർന്ന് ഇറങ്ങിയ ഒരു കളക്ഷനാണ് താർ സപ്തക്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തന്നെ, അഗ്നേയ് തന്നെ എന്ത് ചെയ്തു, അതിൻ്റെ 2ാമത്തെ കളക്ഷൻ ഇറക്കി. അതിലും പുതിയ 7 പേരാണ് അതിനകത്തുണ്ടായിരുന്നത്. അതിലും അഗ്നേയ് ഉണ്ട്. അപ്പോൾ അഗ്നേയ് ഉൾപ്പെടെ പുതിയ 7 പേര്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ വേറെ 7 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ 3ാമത്തെ എഡിഷൻ തീസറാ സപ്തക് എന്ന പേരിൽ ഇറക്കി. പിന്നെ ചൗഥാ സപ്തക് ഇറക്കി. അങ്ങനെ 4 സപ്തക് പരമ്പരകളാണുള്ളത്. അപ്പോൾ അതിൽ തീസറാ സപ്തക് വരുമ്പോൾ അതിനകത്ത് അദ്ദേഹം ഉൾപ്പെടുത്തിയ 7 കവികളിൽ ഒരാളാണ് കേദാർനാഥ് സിംഗ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യവും അത് തന്നെയാണ്. അതായത് തീസറാ സപ്തകിലെ കവികളിൽ ഒരാളായിരുന്നു കേദാർനാഥ് സിംഗ്. इनकी कविताओं के अनुवाद लगभग सभी प्रमुख भारतीय भाषाओं के अलावा अंग्रेज़ी, स्पैनिश, रूसी, जर्मन और हंगേറിയൻ ആദി വിദേശി ഭാഷാओं में भी हुए हैं. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കവിതകളുടെയൊക്കെ ട്രാൻസ്ലേഷൻ ഒരുവിധമുള്ള എല്ലാ ഇന്ത്യൻ ലാംഗ്വേജസിലും ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഇംഗ്ലീഷ്, സ്പാനിഷ്, റഷ്യൻ, ജർമ്മൻ, ഹംഗേറിയൻ അങ്ങനെ കുറച്ച് ഫോറിൻ ലാംഗ്വേജസിലും കേദാർനാഥ് സിംഗിൻ്റെ കവിതകളുടെ ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട്. കവിതാ പാഠകിലെ ദുനിയാക്കെ അനേക് ദേശോങ്കി യാത്രയെങ്കിൽ. അപ്പോൾ അദ്ദേഹം എന്താണ് ഇതുപോലെയുള്ള കവിതകൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പല വേദികളിൽ കവിതകൾ അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ലോകത്തിൻ്റെ തന്നെ പല നെറുകകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന് തൻ്റെ കവിത അവതരിപ്പിക്കാൻ വേണ്ടി പോകാനുള്ള സൗഭാഗ്യവും കിട്ടിയിട്ടുണ്ട്. കേദാർനാഥ് സിംഗ് का जन्म 1934 में उत्तर प्रदेश के बलिया जिले के चकिया गांव में हुआ. അദ്ദേഹം ജനിച്ചത് 1934 യു പിയിലെ ബലിയ എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്. അവിടെ ചക്കിയ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഇനോനെ ബനാറസ് ഹിന്ദു വിശ്വവിദ്യാലയസെ, ബനാറസ് ഹിന്ദു വിശ്വവിദ്യാലയത്തിനെയാണ് ഷോർട്ട് ഫോമിൽ BHU എന്ന് പറയുന്നത്. അപ്പോൾ 1956 ഹിന്ദി MA की. അപ്പോൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1956 അദ്ദേഹം ഹിന്ദിയിൽ MA ഡിഗ്രി എടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. और 1964 PhD किया. അതുപോലെ 1964 PhDയും പാസ്സായി. കേദാർനാഥ് സിംഗിനെ കൈ കോളേജോ में പഠായ, ഒരുപാട് കോളേജുകളിൽ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. और अंत में जवाहरलाल नेहरू विश्वविद्यालय में हिंदी विभाग के अध्यक्ष पद से वे सेवानिवृत्त हुए. सेवानिवृत्त होना എന്ന് പറഞ്ഞാൽ റിട്ടയർ ചെയ്യാന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ചു, ഒരുപാട് കോളേജുകളിൽ പഠിപ്പിച്ചു. അവസാനം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ, അതായത് JNUവിലെ
ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയിട്ടാണ് അദ്ദേഹം തൻ്റെ സർവീസ് ജീവിതം അവസാനിപ്പിച്ചത്. ഇന്നോനെ കവിത വ ഗദ്യക്ക് അനേക് പുസ്തകം രചി ഹെ. അപ്പോൾ കവിതയും ഗദ്യവും ഒക്കെ ഉൾപ്പെടുന്ന ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അവർ അനേക സമ്മാനനീയ സമ്മാനവും സമ്മാനിതുകയെ, ഒരുപാട് പുരസ്കാരങ്ങളും അദ്ദേഹത്തിനെ തേടിയെത്തിയിട്ടുണ്ട്. आप समकालीन कविता के प्रमुख हस्ताक्षर हैं. कंटेम्पररी റൈറ്റേഴ്സിൽ പ്രധാനിയാണ് അദ്ദേഹം. കേദാർനാഥ് സിംഗ് की कविता में गाँव व शहर का द्वंद्व साफ नजर आता है. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രാമീണ ജീവിതവും അതുപോലെ തന്നെ പട്ടണത്തിലെ ജീവിതവും അത് തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ്, അതിനെ അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം അതിനെ നല്ല രീതിയിൽ വരച്ച് കാട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ. ബാഖ് ഇൻകി പ്രമുഖ ലംബി കവിത ഹെ. ഇദ്ദേഹത്തിൻ്റെ ഒരു ലംബി കവിതയാണ് ബാഖ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജോ മീൽക്കാ പത്ഥർ മാനി ജാ സക്തി ഹെ. ഓ മീൽക്കാ പത്ഥർ ഹെ. അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു രചനയാണ് ബാഖ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു മൈൽ സ്റ്റോൺ ആണെന്ന് വേണമെങ്കിൽ പറയാം ബാഖ് എന്ന് പറയുന്ന കവിത. അപ്പോൾ നമ്മൾ ഈ റീസെൻ്റായിട്ട് അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടത് അദ്ദേഹത്തിന് കിട്ടിയ ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ പേരിലാണ്. കേദാർനാഥ് അഗ്രവാളിന് ജ്ഞാനപീഠ പുരസ്കാരം ഈ അടുത്താണ് ലഭിച്ചത്. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹം വാർത്തകളിൽ ചർച്ചയായിരുന്നു. പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. यह कहना काफ़ी नहीं कि केदारनाथ सिंह की काव्य संवेदना का दायरा गांव से शहर तक परिव्याप्त है, या यह कि वे एक साथ गांव के भी कवि हैं तथा शहर के भी. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കാവ്യ സംവേദന അല്ലെങ്കിൽ കവിതയോടുള്ള അദ്ദേഹത്തിൻ്റെ തപസ്യ അത് ഗ്രാമീണ ജീവിതവും അതുപോലെ തന്നെ ഷഹരി ജീവിതവും പട്ടണത്തിലെ ജീവിതവും അപ്പോൾ അങ്ങനെ സ്പ്രെഡായി കിടക്കുന്ന ഒന്നാണ്. അതായത് ഗ്രാമീണ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം വിഷയമാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ പട്ടണത്തിലെ ആൾക്കാരുടെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം കവിത ചെയ്തിട്ടുണ്ട്. അതായത് ഏക് സാത്ത് വേ ഗാവ് കെ കവി ഭി ഹെ ഓർ ഷഹർ കെ ഭി. അപ്പോൾ ഒരേ സമയം ഗ്രാമീണരുടെയും കവിയാണ് അതുപോലെ തന്നെ പട്ടണത്തിൻ്റെയും കവിയാണ്. ദർസർ കേദാർനാഥ് സിംഗ് പെഹ്ലെ ഗാവ് സെ ഷഹർ ആത്തെ ഹെ ഫിർ ഷഹർ സെ ഗാവ്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യരചന എന്ന് പറയുന്നത് ആദ്യം ഗ്രാമങ്ങളിൽ നിന്ന് തുടങ്ങി പട്ടണത്തിലേക്കാണ്, പിന്നെ പട്ടണങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കാണ്. അതായത് അവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ എന്നുവെച്ചാൽ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഒരു യാത്രയാണ്. അതായത് ഒരാൾ ഒരു ഗ്രാമം വിട്ട് പട്ടണത്തിൽ പോകുന്ന പോലെ, പട്ടണം വിട്ട് വീണ്ടും തിരിച്ച് ഗ്രാമത്തിൽ വരുന്നത് പോലെ, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ. എന്ന് വെച്ചാൽ തുടക്കകാലത്ത് ഗ്രാമവും പിന്നീട് ഷഹരി ജീവിതവും പിന്നെ വീണ്ടും ഗ്രാമീണ ജീവിതവും ഒക്കെയാണ് അദ്ദേഹം തൻ്റെ കവിതകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. इस यात्रा के क्रम में गाँव के चिन्ह शहर में और शहर के चिन्ह गाँव में ले जाते हैं. അപ്പോൾ ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യയാത്രയിൽ കുറച്ച് ഗ്രാമീണ അടയാളങ്ങൾ നമുക്ക് ഷഹറിനെ കുറിച്ച് എഴുതിയ കവിതയിൽ കാണാം. അതായത് ഗ്രാമീണ പരാമർശം ഷഹറിനെ കുറിച്ച് എഴുതിയ കവിതയിൽ കാണാം. അതുപോലെ ഷഹറിൻ്റെ ഒരു പരാമർശം ഗ്രാമീണ കവിതകളിലും കാണാം. അതായത് പരസ്പരമുള്ള ഒരു ആകർഷണം അദ്ദേഹത്തിൻ്റെ ഈ കവിതകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇസ് ആവാജാഹി കെ ചിഹ്നോं को इन चिन्हों को पहचानना कठिन नहीं है, परंतु प्रारंभिक यात्राओं के सनेस बहुत कुछ नए दुल्हन को मिले फेंड की तरह है जो उसके बक्से में रख दिए गए हैं. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതായത് നയേ ദുൽഹൻ കോ മിലേ ഫേണ്ട്, ഒരു പുതു മണവാട്ടി പെണ്ണിന് ലഭിക്കുന്ന ഒരു കുറേ ഗിഫ്റ്റുകൾ പോലെയാണ്. അവരുടെ പെട്ടിയിൽ അടുക്കി വച്ചിരിക്കും. വിവാഹം കഴിയുമ്പോൾ ഒരു പെൺകുട്ടി മറ്റൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ വീട്ടുകാർ അവൾക്ക് വേണ്ടി ഭദ്രമായി കുറച്ച് ഗിഫ്റ്റുകൾ എടുത്തു വച്ചിരിക്കും. അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ആ ഒരു വേർഡ്സ്. അതായത് ഗ്രാമീണ ജീവിതം വർണ്ണിക്കുമ്പോൾ മനഃപൂർവ്വമായി കടന്നു വരുന്ന പോലെ ഷഹരി ജീവിതം അതിനകത്തുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു ചായ്വ് അതിലുണ്ടാകും. തിരിച്ചും അങ്ങനെയാണ്. അദ്ദേഹം ഷഹറിനെക്കുറിച്ച്, പട്ടണത്തെക്കുറിച്ച് കവിത എഴുതുമ്പോൾ മനഃപൂർവ്വമായിട്ട് അതിനകത്ത് കുറച്ച് ഗ്രാമീണ ജീവിതം മെൻഷൻ ചെയ്യുന്ന സന്ദർഭമുണ്ടാകും. അത് ഏതുപോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ അവൾക്ക് വേണ്ടി പഴയ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച സമ്മാനപ്പൊതികൾ പോലെയാണത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. परवर्ती यात्राओं के सनेस में यात्री की अभिरुचि स्पष्ट नहीं है, इसलिए 1955 में लिखी गई अनागत कविता की बौद्धिकता धीरे धीरे तिरोहित होती है और यह परिवर्तन जितना केदारनाथ सिंह के लिए अच्छा रहा उतना ही हिंदी साहित्य के लिए भी. അപ്പോൾ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യയാത്ര, അതിനകത്ത് നമുക്ക് ഒരു യാത്രികൻ്റെ അഭിരുചി നമുക്ക് കാണാൻ സാധിക്കും. ഒരു ട്രാവലർ, ഒരു ട്രാവലിനെ കുറിച്ച്, തൻ്റെ യാത്രകളെക്കുറിച്ച് ഉള്ള ഒരു എഴുത്ത്,
അല്ലെങ്കിൽ പല പല നാടുകൾ കണ്ട ഒരാൾ അയാളുടെ കവിതയിൽ അതിൻ്റെ ഒരു സ്വാധീനം വരുന്നത് നമുക്ക് വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള കവിതകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഹിന്ദി സാഹിത്യത്തിനും ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ്. ബഹുത് കുച്ച് നാഗാർജുൻ കി ഹി തറ കേദാർനാഥ് കി കവിത കി ഭൂമി ബി ഗാവ് ഹി. അപ്പോൾ ഹിന്ദിയിൽ അറിയപ്പെടുന്ന ഒരു ട്രാവലറായ എഴുത്തുകാരനാണ് നാഗാർജുൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എഴുത്ത് എന്ന് പറയുന്നത് മുഴുവൻ യാത്രയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആ നാഗാർജുനെ പോലെ തന്നെ കേദാർനാഥിൻ്റെ കവിതകളുടെയും ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഗ്രാമമാണ്. അപ്പോൾ ഈ നാഗാർജുനുമായിട്ട് ഇദ്ദേഹത്തെ ഉപമിച്ചിരിക്കുകയാണ്. നാഗാർജുൻ്റെ പ്രത്യേകത, അദ്ദേഹം ഗ്രാമീണ ജീവിതം ഒരുപാട് വർണ്ണിച്ചെഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗ്രാമവും അവിടുത്തെ ഭാഷയും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ സ്ഥിരമായൊരു വിഷയമായി വരാറുള്ള ഒരാളാണ് നാഗാർജുൻ എന്ന് പറയുന്നത്. ഗ്രാമീണ ജീവിതം ഫുൾ വർണ്ണിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു എഴുത്തിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. दोआब के गाँव जवार नदी ताल पगडंडी मोड़ से बतियाते हुए केदारनाथ व अग्नि की तरह बौद्धिक होते हैं न प्रगतिवादियों की तरह भावुक. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്ത് കുറച്ചിങ്ങോട്ട് പോരുമ്പോൾ പല പല നദികളും പുഴകളും ഗ്രാമങ്ങളും ഒക്കെ താണ്ടി അദ്ദേഹത്തിൻ്റെ എഴുത്ത് പിന്നീട് അജ്ഞേയനെ പോലെ കുറച്ച് ഇൻ്റലക്ച്വലായി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അജ്ഞേയനെ കുറിച്ച് കുറച്ച് മുന്നേ പറഞ്ഞതാണ്. താരസപ്തക് എന്ന് പറയുന്ന ആ ഒരു പോയട്രി കളക്ഷൻ കൊണ്ടുവന്ന വ്യക്തി എന്ന നിലയിൽ, അങ്ങനെ ഒരു കവി എന്ന നിലയിൽ നമ്മളെന്നും ഓർക്കുന്ന ആളാണ് അജ്ഞേയ. അപ്പോൾ അജ്ഞേയൻ്റെ തീസ്ര സപ്തകിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയുമാണ് നമ്മുടെ ഈ കേദാർനാഥ് സിംഗ്. അപ്പോൾ ഇതേപോലെ കുറച്ച് ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു എഴുത്ത് അജ്ഞേയനെ പോലെ അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള കവിതകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. केदारनाथ सिंह बीच का या बाद का बना रास्ता तय करते हैं. यह विवेक कवि शहर से लेता है परंतु अपने अनुभव की शर्त पर नहीं, बिल्कुल चौकस होकर. അപ്പോൾ കേദാർനാഥ് തൻ്റെ യാത്ര ബീച്ച് കാ യാ ബാദ് കാ ബന രാസ്ത തയ് കർത്തെ ഹെ, താൻ ഇനി എങ്ങോട്ട് സഞ്ചരിക്കണം, തൻ്റെ എഴുത്തിൻ്റെ വഴികൾ ഇനി എങ്ങനെയായിരിക്കണമെന്ന് സ്വയം നിശ്ചയിക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് അതാണ് വളവും തിരിവും കടന്നുള്ള എഴുത്താണ് അദ്ദേഹത്തിൻ്റെ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ശൈലി അപ്പോഴെപ്പോഴങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പലപ്പോഴും ഒരു ഷഹർസെ വിവേക് ലേത്താ ഹെ അനുഭവ കി ഷർത്ത് പർ നഹീ ബിൽക്കുൽ ചൗക്കസ് ഹോക്കർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ ഒരു വിസ്താരം എത്രത്തോളം ഉണ്ടെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഷഹരി ജീവിതത്തിൽ നിന്ന്, തൻ്റെ പട്ടണത്തിൻ്റെ അദ്ദേഹത്തിന് ഉണ്ടായ ആ ഒരു പിന്നീടുള്ള പിൽക്കാല ജീവിതം, അതിൽ നിന്നുള്ളൊരു ഇൻഫ്ലുവൻസ്, അതുമൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ പിന്നീട് കാണാൻ സാധിക്കും. കേദാർനാഥ് സിംഗ് की कविताओं में जीवन की स्वीकृति है परंतु तमाम तरलताओं के साथ यह आस्तिक कविता नहीं है. അപ്പോൾ കേദാർനാഥ് സിംഗിൻ്റെ കവിതകൾ എന്ന് പറയുന്നത് ജീവൻ കി സ്വീകൃതി ഹെ, നമ്മുടെ ജീവിതം, അതിൻ്റെ ഒരു അവതരണം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ തമാം തരളതാവും കെ സാത്ത് യഹ് ആസ്തിക് കവിത നഹി ഹെ, എന്നാൽ ഒരുപാട് തരളത എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഫീലിങ്ങുകളോട് കൂടിയുള്ള ആ കവിത നഹി ഹെ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ജീവിതം ഒരുപാട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് മുഴുവനും അങ്ങ് ഇമോഷൻസും സോഫ്റ്റ് ഫീലിങ്സും മാത്രമല്ല, ഒരുപാട് കാമ്പുള്ള കവിതകളാണ് അദ്ദേഹത്തിൻ്റെതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം 19 മാർച്ചിൽ 19 മാർച്ച് 2018 2018 അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ ഒരുപാട് നാളായിട്ടില്ല, കഷ്ടിച്ച് 2-3 വർഷങ്ങളായിട്ടേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിട്ട്. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ കവിത അകാൽ മേം ധൂപ് നോക്കാം. अकाल में धूप भयानक सूखा है, പക്ഷി छोड़कर चले गए हैं पेड़ों को. വരികളുടെ ഒരു പ്രത്യേകത, വളരെ സിമ്പിളായ ലാംഗ്വേജിലാണ് ഈ ഒരു കവിത വന്നിരിക്കുന്നത്. നമുക്ക് ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാകുന്ന അത്രയും സരളമായ ഒരു എഴുത്ത് ശൈലിയാണ് ഇദ്ദേഹത്തിൻ്റെത്. അപ്പോൾ വരികൾ നോക്കാം. ഭയാനക് സുഖാ ഹെ, പക്ഷി ചോടുക്കർ ചലേ ഗേ ഹെ പേടോം കോ. അതിഭയങ്കരമായ സുഖ എന്ന് പറഞ്ഞാൽ വരൾച്ച, അതിഭയങ്കരമായ വരൾച്ചയാണ്. അതുകൊണ്ട് തന്നെ പക്ഷികൾ പേടോങ്കോ ചോടുക്കർ ചലേ ഗേ ഹെ, മരങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. കാരണം മരങ്ങൾ എപ്പോൾ വേണമെങ്കിലും നശിക്കാം, ഉണങ്ങി വീഴാം എന്നുള്ള അവസ്ഥയാണ്, ഇലകളൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ പേടോങ്കോ ചോടുക്കർ പക്ഷി ചലേകെ, പക്ഷികളൊക്കെ ഇവിടം വിട്ട് കുറച്ചുകൂടി തണൽ കിട്ടുന്ന ഇടം നോക്കി അവർ പോയിക്കഴിഞ്ഞിരിക്കുന്നു. ബിലോങ്കോ ചോടുക്കർ ചലേകെ ഹേ ചീണ്ടേ ചീണ്ടിയ. ഇനി ഉറുമ്പുകൾ ചീണ്ടേ ചീണ്ടിയ, അതായത് ഉറുമ്പുകളാണെങ്കിലോ അവരുടെ ബിലോങ്കോ ജോടുക്കർ,
ഉറുമ്പുകളും അവരുടെ വാസസ്ഥലം മാളങ്ങൾ ഉപേക്ഷിച്ച് പോയി. ബില്ലെന്ന് പറയുന്നതാണ് ബിൽ, ഉറുമ്പുകളുടെ മാളങ്ങളാണ്. അപ്പോൾ ഉറുമ്പുകൾ തങ്ങളുടെ മാളങ്ങളും ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. അപ്പോൾ പക്ഷികൾ പറന്നുപോയി, ഉറുമ്പുകൾ പോയി, വരൾച്ച അതിഭയങ്കരമായ ഉണക്കാണ്, അത് ചൂട് സഹിക്കാനാകുന്നില്ല, എല്ലാ മൃഗങ്ങളും തങ്ങളുടെ ആവാസം ഉപേക്ഷിച്ച് പോവുകയാണ്. ദഹരി और चौखट पता नहीं कहाँ किधर चले गए हैं घरों को छोड़कर. वो बिलों को छोड़कर चले गए हैं चींटे चींटियाँ, ദഹരി और चौखट को भी छोड़कर चले गए हैं. അപ്പോൾ ഉറുമ്പുകൾ സ്ഥിരമായി കാണപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നും ഉറുമ്പുകളെ കാണുന്നേയില്ല. ദഹരി ചോക്കട്ട് എന്ന് പറയുന്ന കഥയാണ്. നമ്മുടെ വാതിലിൻ്റെ കട്ടിളപ്പടികളിലൊക്കെയാണ് ഉറുമ്പിരിക്കുന്ന ചില സ്ഥലങ്ങൾ, അതൊക്കെയാണ് വാതിലിൻ്റെ തടി കൊണ്ടുള്ള കട്ടിളപ്പടിയിലൊക്കെ അതിൻ്റെ വിടവിലൊക്കെയാണ് ഉറുമ്പിരിക്കുന്നത്. അപ്പോൾ അതാണ് ദഹരി ഓർ ചോക്കട്ട്. അപ്പോൾ ये चींटियाँ दिखाई नहीं दे रही है, वे बिलों को दहरी और चौखट को छोड़कर चले गए हैं. അപ്പോൾ ദഹരി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ചോക്കട്ട് എന്ന് പറയുന്നതും സെയിം ആണ്. എന്താണ്? കട്ടിളപ്പടിയാണ് ഉദ്ദേശിക്കുന്നത്. പതാ നഹീ കഹാം കിധർ ചലേ ഗേ ഹേ ഘറോं को छोड़कर. അറിയില്ല, കഹാൻ ചലേ ഗേ ഹേ, ഇതൊക്കെ എവിടെയാണ് പോയെന്നറിയില്ല. കിധർ ഗേ ഹേ, എങ്ങോട്ട് പോയെന്നറിയില്ല. അപ്നെ ഘറോं को छोड़कर, തങ്ങളുടെയൊക്കെ വീടുകൾ ഉപേക്ഷിച്ച് ഇവരെവിടെയാണ് ഈ പോയേക്കുന്നതെന്ന് അറിയില്ല. ഭയാനക് സുഖ ഹേ, അതിഭയങ്കരമായ വരൾച്ചയാണ്. മവേശി ഘടേ ഹേ ഏക് ദൂസരെ കാ മുഹ് താക്തേ ഹുയെ. മവേശി എന്ന് പറയുന്നത് ജാൻവർ ഹേ, മൃഗങ്ങൾ. അപ്പം മറ്റു മൃഗങ്ങളൊക്കെ എങ്ങനെ നിൽക്കുകയാണ്? ഏക് ദൂസരെ കാ മുഹ് താക്തേ ഹുയെ, പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് ഈ മവേശി. മവേശി എന്ന് പറയുന്നത് മൃഗങ്ങൾ. അപ്പോൾ ഏക് ദൂസരെ കാ മുഹ് താക്തേ ഹേ, പരസ്പരം ഒരു മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. മുഹ് താക്കന എന്ന് പറഞ്ഞാൽ ചേഹരെ പർ ചേഹരെ മിലാന. അപ്പോഴാണ് കഹത്തെ ഹേ പിതാ, അപ്പോഴാണ് അച്ഛൻ പറയുന്നത്, ഐസാ അകാൽ കഭി നഹീ ദേഖാ. അപ്പോൾ ഒരുപാട് തലമുറകൾ കണ്ടൊരു മനുഷ്യനാണ് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹം നെടുവീർപ്പിടുകയാണ്, ഇങ്ങനെ ഒരു വരൾച്ച ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഐസാ അകാൽ കഭി നഹീ ദേഖാ. ഐസാ അകാൽ കി ബസ്തി മേം ധൂപ് തക് ഛുലസ് ജായേ. നമ്മുടെ തെരുവോരങ്ങളിൽ പടർന്നു നിൽക്കുന്ന പുൽനാമ്പുകൾ പോലും ഛുലസ് ജായേ, വാടി തളർന്നു പോയിരിക്കുന്നു, ഉണങ്ങിപ്പോയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ഉണക്ക് ഞാൻ കണ്ടിട്ടേ ഇല്ലെന്നാണ് അച്ഛൻ പറയുന്നത്. ഈസ അകാൽ, അകാൽ എന്ന് പറയുന്ന ആ ഒരു വരൾച്ചയാണ്. അപ്പോൾ ഇത്രത്തോളം വരൾച്ച, അതായത് ഈ തെരുവിലെ ബസ്തിയിലെ നീളത്തിൽ അങ്ങ് അറ്റം വരെ കണ്ടിരുന്ന ആ പുൽനാമ്പുകളെ പോലും കാണുന്നില്ല. ഒക്കെയും ചുലസ് ഗേഹേ, ഒക്കെയും വാടിപ്പോയിരിക്കുന്നു. സുനാ നഹീം കഭീം ധൂബ് മഗർ മർത്തി നഹീം. സുനാ നഹീം കഭി, ഒരിക്കലും ഞാൻ കേട്ടിട്ടേ ഇല്ല. ധൂബ് മഗർ മർത്തി നഹീം, പക്ഷേ ഈ പുൽനാമ്പുകളൊന്നും മരിക്കുന്നേയില്ല, നശിച്ചു പോകുന്നേയില്ല, ഒരിക്കലും നശിച്ചു പോവില്ല. എവിടെയെങ്കിലും അതിൻ്റെ ഒരു നാമ്പ് എവിടെയെങ്കിലും ഉണ്ടാവും. അതിൽ നിന്ന് അത് വീണ്ടും പടർന്ന് പന്തലിച്ചു കൊള്ളും, എത്ര വാടിപ്പോയാലും. അപ്പം അതാണ് അവിടെ പറയുന്നത്, സുനാ നഹീം കബി ധൂബ് മഗർ മർത്തി നഹീം. ഒരിക്കലും കേട്ടിട്ടേ ഇല്ല ഈ പുൽനാമ്പുകൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ, ഭൂമിയിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകും എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടേ ഇല്ല. ധൂബ് മഗർ മർത്തി നഹീം, ഇത് നശിച്ചു പോകുന്ന ഒരിക്കലും കരുതിയിട്ടേ ഇല്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രതീക്ഷയുടെ നാമ്പ് ബാക്കിയുണ്ടാകും. ഒരിക്കലും ഈ പുൽനാമ്പുകൾ ഈ പ്രകൃതിയിൽ നിന്ന് അങ്ങനെയൊന്നും നശിച്ചു പോവുകയില്ല എന്ന് അച്ഛൻ പറയാണ്. പൂർണ്ണമായും അതിനെ നശിച്ചു പോകാൻ കഴിയില്ല. കഹത്തെ ഹേം വേ, അദ്ദേഹം പറയാണ് അങ്ങനെ. അവർ ഹോ ജാത്തെ ഹേ ചുപ്പ്, അത്രയും പറഞ്ഞ് അദ്ദേഹം നിശബ്ദനായിരിക്കുകയാണ്. അദ്ദേഹത്തിന് മനസ്സിന് അത്രത്തോളം വേദനയുണ്ടെന്നാണ്. അപ്പോൾ ഈ പുൽനാമ്പുകളെല്ലാം നശിച്ചു പോയോ എന്നോർത്ത് അദ്ദേഹം നെടുവീർപ്പിടുന്നു. അച്ഛൻ നെടുവീർപ്പിടുന്നെങ്കിലും അവസാനം അദ്ദേഹം പറയുന്നു, ഒരിക്കലും ഭൂമിയിൽ നിന്ന് ഈ ധൂപ് മൊത്തത്തിൽ അങ്ങനെ നഷ്ടപ്പെട്ട് പോവുകയൊന്നും ഇല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഇന്നും പ്രതീക്ഷയിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞ ശേഷം വേ ചുപ്പ് ഹോ ജാത്തെ ഹേം, അദ്ദേഹം നിശബ്ദനായിരിക്കുന്നു. നികൽത്താഹു മേ ധൂബ് കി തലാശ് മേ. ഉടനെ അച്ഛൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക്, എവിടെയോ പുൽനാമ്പുകളുണ്ട്, അങ്ങനെ പൂർണ്ണമായൊന്നും നശിച്ചിട്ടില്ല എന്ന് അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് ഇത് കണ്ടെത്തണം എന്ന് വിചാരിച്ച് മേ നികൽത്താഹും, ഞാൻ ഇറങ്ങി പുറപ്പെടുകയാണ്. ധൂബ് കി തലാശ് മേ, അന്വേഷിച്ചുകൊണ്ട്, ഈ പുൽനാമ്പുകളെ അന്വേഷിച്ചുകൊണ്ട്, എവിടെയോ ഈ പുൽനാമ്പുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി നടക്കുകയാണ്. ഖോജ്താഹും, അന്വേഷിച്ച് തിരക്കി നടക്കുകയാണ്. പർത്തി പരാട്ട്, പരാട്ടെന്ന് പറയുന്ന സമതല ഭൂമികളും തരിശു നിലങ്ങളെയൊക്കെയാണ് പർത്തി പരാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ പല തരിശു നിലങ്ങളിലും സമതല ഭൂമികളിലുമൊക്കെ ഞാൻ അന്വേഷിച്ചിറങ്ങി. അച്ഛൻ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഒരു പുൽനാമ്പ്
എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഖോജുതാഹും അന്വേഷിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി. ചാങ്താഹും കുവോമേം, കുവ എന്ന് പറഞ്ഞ കിണറുകളാണ്, കിണറുകളിലേക്കുമേം ചാങ്താഹും ഞാൻ തലയിട്ടെത്തി നോക്കുകയാണ്. ചാങ്താഹും കുവോമേം, കിണറുകളിൽ ഞാനിങ്ങനെ എത്തി നോക്കുകയാണ്. ചാൻ ഡാൽത്താഹും ഗലി ചൗരാഹെ, ചാന്ന എന്ന് പറഞ്ഞാൽ അരിച്ചു പെറുക്കുക, ഞാൻ അവിടെയൊക്കെ അരിച്ചു പെറുക്കുകയാണ്. ഗലി ചൗരാഹെ, സ്ട്രീറ്റുകൾ, ഗലി എന്ന് പറയുന്നതാണ് സ്ട്രീറ്റുകൾ, ചൗരാഹെ നാൽക്കവലകൾ ഒക്കെ ഞാൻ അരിച്ചു പറക്കാൻ തുടങ്ങി. മിൽത്തി നഹീൻ ധൂബ്, ഒരു പുൽക്കൊടി കിട്ടുമെന്ന് പറഞ്ഞാണ് ഞാൻ ഈ അരിച്ചു പറക്കുന്നത്. ലേക്കിൻ മിൽത്തി നഹീൻ ധൂബ്, പക്ഷെ അങ്ങനെ ഒരു പുൽനാമ്പിനെ എനിക്ക് കണ്ടെത്താനായതേ ഇല്ല. മുझे മിൽത്തേ ഹേ മുഹ് ബായേ ഘടേ ബാൽട്ടിയാം ലോട്ടേ പരാത്ത്. ഞാൻ ഈ അന്വേഷിച്ച് നടക്കുമ്പോഴൊക്കെ എനിക്ക് വഴിയിൽ ഞാൻ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? മുझे മിൽത്തേ ഹേ, ഞാൻ വഴിയിൽ കാണുന്നത് എന്തൊക്കെയാണ്? മുഹ് ബായേ ഘടേ, മുഖം തിരിച്ച് നിൽക്കുന്ന, മുഖം ഇടത്തോട്ട് ചരിച്ച് നിൽക്കുന്ന, അതായത് ഒരു താല്പര്യവുമില്ലാതെ നിൽക്കുന്ന, ബാൾട്ടിയാം ബക്കറ്റുകളെ, ലോട്ടെ മൊന്തകളെ, പരാത്ത്, പരാത്ത് എന്ന് പറയുന്നത് കുക്കിംഗ് വെസലാണ്. അപ്പോൾ അങ്ങനെയുള്ള പല പാത്രങ്ങളും വെള്ളം ശേഖരിക്കാനായി കൊണ്ടുവച്ചിരിക്കുകയും എന്നാൽ അതിലൊന്നും വെള്ളം കിട്ടാതെ അവർ പാത്രങ്ങൾ പോലും മുഖം വാടിയ അവസ്ഥയിൽ, മുഹ് ബായേ ഘടേ, മുഖം തിരിച്ച അവസ്ഥയിൽ ഇരിക്കുന്ന ബക്കറ്റുകളെ, മൊന്തകളെ, കുക്കിംഗ് പാത്രങ്ങളെയൊക്കെയാണ് ഞാൻ കാണുന്നത്. ചാങ്ക്താഹും ഘടവുമേയും, ചാങ്ക്താഹും ഘടവുമേ, ഞാൻ ഈ കുടങ്ങളിലേക്കൊക്കെ എത്തി നോക്കുകയാണ്. ഘട എന്ന് പറഞ്ഞാൽ കുടമാണ്. കുടങ്ങളിലേക്ക് മെയിൻ ചാങ്ക്താഹും എത്തി നോക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ഒരു പ്രതീക്ഷാ കിരണം അതിലെന്തെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട്. ചാങ്ക്താഹും ഘടവുമേ ലോഗോം കി ആംഖോം കി കട്ടോരിയോമേ, ആൾക്കാരുടെ കണ്ണുകളാകുന്ന കട്ടോരി കിണ്ണങ്ങളിലേക്ക് നോക്കുകയാണ്. ആ കണ്ണുകളിൽ പ്രതീക്ഷയുണ്ടോ എന്ന് നോക്കുകയാണ്. ഞാൻ അന്വേഷിച്ച് നടക്കുന്നത് എവിടെന്നെങ്കിലും എനിക്ക് കണ്ടെത്താനാകുമോ, അങ്ങനെ എന്തെങ്കിലും സൂചന ഇവരുടെ കണ്ണുകളിലുണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ്. ലോഗോം കി ആംഖോം കി കട്ടോരിയോമേ മേ ചാങ്ക്താഹും, ആൾക്കാരുടെ കണ്ണുകളാകുന്ന ആ കിണ്ണങ്ങളിലേക്ക് ഞാൻ എത്തി നോക്കുകയാണ്. ചാങ്ക്താഹുമേ, ഞാൻ എത്തി നോക്കുകയാണ്. മിൽത്തി നഹീം ധൂബ്, പക്ഷേ എനിക്ക് കിട്ടുന്നേയില്ല അങ്ങനെയൊരു പുൽനാമ്പിനെ. അന്തമേം സാരി ബസ്തി ജാൻകർ ലൗട്ടാഹും നിരാശ്, അങ്ങനെ ആ തെരുവ് മുഴുവനും ഒരു ധൂപ് കിട്ടും എന്ന് പ്രതീക്ഷിച്ച്, ഒരു പുൽനാമ്പെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഞാനിങ്ങനെ നടന്നു. അപ്പം നമ്മുടെ നാടിൻ്റെ ചില സമയത്ത് വരുന്ന ആ ഒരു വറുതിയെക്കുറിച്ചാണ് ഇവിടെ ഒരു പരാമർശം. അപ്പം നമ്മുടെ പല സ്ഥലങ്ങളിലും നമ്മുടെ പല സംസ്ഥാനങ്ങളിലും ഇതേപോലെ ക്ഷാമവും ഒക്കെ അനുഭവപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തെയാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത്. മേ സാരി ബസ്തി ജാൻകർ ലൗട്ടാഹും നിരാശ, തെരുവ് മുഴുവനും ഞാൻ ചാങ്ക്കർ ഹരിച്ചു പറക്കിയിട്ട് നിരാശ് ലൗട്ടാഹും നിരാശനായി ഞാൻ മടങ്ങുകയാണ്. ലാംഘ് താഹും കുയേക്കെ പാസ് കി സൂഖി നാലി, ലാംഘ്ന എന്ന് പറഞ്ഞാൽ ഭേദിക്കുക എന്നാണ്, കടക്കുക, ക്രോസ് ചെയ്യുക. കുയേക്കെ പാസ് കി സൂഖി നാലി, ആ കിണറിൻ്റെ അടുത്തായിട്ട് കണ്ട ഒരു സൂഖി നാലി, വരണ്ട ഒരു ഓട, ആ ഓട പാസ് ചെയ്ത് ഞാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു കിണറുണ്ട്, കിണറിൻ്റെ പരിസരത്തായിട്ടൊരു മലിനജലമൊക്കെ ഒഴുകിപ്പോകുന്ന ഒരു പൈപ്പ്, അതാണ് നാലി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നാലി ഞാൻ കണ്ടു. ലാഘ്താഹും, ഞാനത് ക്രോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഞാനത് പാസ് ചെയ്ത് പോകാനായിട്ട് തുടങ്ങുമ്പോൾ, കി അചാനക് മുझे ദിഖ് ജാതി ഹെ, പെട്ടെന്നാണ് ഞാനത് കണ്ടത്. അചാനക്, പെട്ടെന്ന് എനിക്കങ്ങനെയൊന്ന് കാണാൻ പറ്റി. എന്താണ് കണ്ടത്? ഷീഷേക്കെ ബിഖ്രേ ഹുയേ ടുക്ടോം കെ ബീച്ച്, കുപ്പികളുടെ പൊട്ടിയ കഷണങ്ങൾക്കിടയിൽ. ഷീഷേക്കെ ബിഖ്രേ ഹുയെ, ബിഖ്ര എന്ന് പറഞ്ഞാൽ ചെതറിപ്പോയ, ഷീഷ കുപ്പി, ടുക്ടോം കെ ബീച്ച് കഷണങ്ങൾക്കിടയിൽ. അപ്പോൾ പൊട്ടിച്ചെതറിപ്പോയ ഒരു ഷീഷയുടെ, ഒരു കണ്ണാടിയുടെ കഷണങ്ങൾക്കിടയിൽ ഞാൻ കാണുകയാണ്, ധൂപ് കാണുകയാണ്. എക്ക് ഹരി പത്തി, ഒരു പച്ച നിറത്തിലുള്ള ഒരു ഇലയാണ് ഞാൻ കണ്ടത്. എക്ക് ഹരി പത്തി ധൂപ് ഹേ, അതെന്താ പുൽനാമ്പ് തന്നെ ആണോ എന്നൊന്നുകൂടെ നോക്കി. ഹാ ധൂപ് ഹേ, ഉറപ്പുവരുത്തി, അതെ ഇത് പുൽനാമ്പ് തന്നെയാണ്. പെഹചാൻ താഹൂമേയും, ഞാൻ തിരിച്ചറിയുകയാണ്, ഒരു പുൽനാമ്പ് ഇവിടെ ശേഷിച്ചിരിക്കുന്നു എന്ന സത്യം ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ കഹാസേ കവിക്കോ ധൂപ് മിൽത്തേ ഹേ എന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ് കിട്ടിയത്? ഷീഷേക്കെ ബിഖ്രേ ഹുയെ ടുക്ടോം കെ ബീച്ച് എക്ക് ഹരി പത്തി ദിഖായി ദി ലേഖക്. അപ്പോൾ ആ ലേഖകന് കാണാൻ കഴിഞ്ഞത്, കവിക്ക് കാണാൻ കഴിഞ്ഞത് എവിടെയാണ്? കുപ്പികളുടെ പൊട്ടിയ കഷണങ്ങൾക്കിടയിലാണ് ആ ഒരു പച്ച ഇല കാണാൻ സാധിച്ചത്. ഹാ ധൂപ് ഹേ, അതെ ഇതൊരു പുൽനാമ്പാണ്. പെഹചാൻ താഹൂമേ, ഞാനത് തിരിച്ചറിയുന്നു.
ലൗട്ട് കർ എഹ് ഖബർ ദേത്താ ഹൂം പിതാക്കോ, അങ്ങനെ ഞാൻ മടങ്ങി വരികയാണ്. മേ ലൗട്ട് കർ ആത്താ ഹൂം, ഞാൻ മടങ്ങി വരുന്നു. ആർ എഹ് ഖബർ പിതാക്കോ ദേത്താ ഹൂം, എന്നിട്ട് അച്ഛനോട് ഈ വാർത്ത, സന്തോഷ വാർത്ത പറയുകയാണ്. അപ്പോൾ എവിടെല്ലാം അന്വേഷിച്ച് നടന്നിട്ടും കിട്ടാതിരുന്ന ആ പുൽനാമ്പ് കണ്ടു കിട്ടിയിരിക്കുന്നു എന്ന വാർത്ത ഞാൻ ഓടിപ്പോയി പിതാക്കോ ബതാ ദേത്താ ഹൂം, അച്ഛനെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അന്ധേരെ മേ ഭി ദമക് ഉഡ്താ ഹേ ഉൻകാ ചെഹര, അങ്ങനെ ഒരു പുൽനാമ്പ് കണ്ടെത്തിയെന്നറിഞ്ഞപ്പോൾ ആ ഇരുട്ടത്തും, ആ അന്ധേരെ മേ ഭി, ആ ഇരുട്ടത്തും ദമക് ഉഡ്താ ഹേ, തിളങ്ങുന്നു പിതാക്കാ ചെഹര, അച്ഛൻ്റെ മുഖം. അപ്പോൾ സന്തോഷം കൊണ്ട് അച്ഛൻ്റെ മുഖം തിളങ്ങുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഒരു പുൽനാമ്പ് ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന വാർത്ത കേട്ടിട്ട് അച്ഛൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് പ്രകാശിക്കുന്നത് ഞാൻ കണ്ടു. ഹേ അഭി ബഹുത് കുച്ച് ഹേ അഗർ ബച്ചി ഹേ ധൂപ് ബുദ്ബുദാത്തെ ഹേ വേ. ബുദ്ബുദാന എന്ന് പറഞ്ഞാൽ എന്താണ്, ചുണ്ടുകൾ കൊണ്ട് ഇങ്ങനെ പതിയെ വിസ്പറിങ് വോയിസിൽ പറയാണ്, പതിയെ പറയാണ് അദ്ദേഹം. എന്താണ് പറയുന്നത്? ഹേ, അതെ, അഭി ബഹുത് കുച്ച് ഹേ, ഇപ്പോഴും പലതും ബാക്കിയുണ്ട്. പുതിയത് വരുമ്പോൾ പഴമയൊന്നും ആരും ഉപേക്ഷിക്കുന്നില്ല. പഴമയോടുള്ള സ്നേഹം ഇപ്പോഴും ഉണ്ടെന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അഗർ ബച്ചി ഹേ ധൂപ് അഭി ബഹുത് കുച്ച് ഹേ, ഇതുപോലെ ഒരു പുൽനാമ്പ് ബാക്കിയുണ്ടെങ്കിൽ ഇനിയും ഒരുപാടുണ്ടാകും, ഒരുപാട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ആ പുൽനാമ്പ് വെച്ച് അവിടെ മുഴുവൻ പച്ചപ്പാക്കാനും നമുക്ക് വേണമെങ്കിൽ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അഭി ബഹുത് കുച്ച് ഹേ അഗർ ബച്ചി ഹേ ദോ ബുദ്ബുദാത്തെ ഹേ. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞിട്ട് ബുദ്ബുദാത്തെ ഹേ, നേർത്ത മന്ത്രണമാണിത്. അപ്പോൾ അഭി ബഹുത് കുച്ച് ഹേ അഗർ ബച്ചി ഹേ ദൂബ് ബുദ്ബുദാത്തെ ഹേ വേ, ഫിർ ഗഹരെ വിചാരമേ ഖോ ജാത്തെ ഹേ പിതാ. എന്നിട്ട് വീണ്ടും നേരത്തെ പോലെ തന്നെ പിതാജി ഗഹരെ നീന്തുമേ, പിതാജി ഗഹരെ വിചാരമേ, നീന്തല്ല വിചാരാണ്. ഫിർ പിതാജി ഗഹരെ വിചാരമേ ഖോ ജാത്തെ ഹേ, വീണ്ടും എന്തോ ആഴത്തിലുള്ള ചിന്തകളിലേക്ക് അദ്ദേഹം മുഴുകി വീഴുന്നതാണ് കാണുന്നത്. ഫിർ ഗഹരെ വിചാരമേ ഖോ ജാത്തെ ഹേ പിതാ, പിന്നീട് അച്ഛൻ എന്ത് ചെയ്യുന്നു? ഗഹരെ വിചാരമേ, വലിയ ചിന്തകളിൽ, ആഴത്തിലുള്ള ചിന്തകളിൽ, ഖോ ജാത്തെ ഹേ, ലയിച്ചു ചേരുന്നതായിട്ട് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ അപ്പോൾ എന്തൊക്കെയായിരിക്കും വന്നിട്ടുണ്ടാവുക? അതായത് ആ ഒരു പുൽനാമ്പെന്ന് പറയുന്നത് പ്രത്യാശയുടെയോ പ്രതീക്ഷയുടെയോ ഒക്കെ പ്രതീകമാണ്, ഭാവിയിലേക്കുള്ള കരുതി വയ്ക്കലാണ്. അപ്പോൾ ആ ഒരു ധൂപ് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന പല ചിന്തകളെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗഹരേ വിചാരമേ എന്ന് പറഞ്ഞാൽ ഗഹരി ചിന്താമേയും, ആഴത്തിലുള്ള ചിന്തകളിൽ അദ്ദേഹം മുഴുകി പോവാണ്. ഖോ ജാത്തെ ഹേ പിതാ, അച്ഛൻ ഇങ്ങനെ ആ ചിന്തകളിൽ മയങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലം, പ്രതാപകാലത്തെക്കുറിച്ച് ഓർക്കുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു സമയമുണ്ടല്ലോ, അതായത് പച്ചപ്പും എല്ലായിടത്തും പുഷ്ടിയും പ്രസരിപ്പുമുള്ള ആ ഒരു കാലം, ആ ഒരു സന്തോഷ കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വെറുതെയുടെ കാലം വന്നപ്പോൾ ആ രണ്ട് കാലങ്ങൾക്കും സാക്ഷിയായ ആളെന്ന നിലയിൽ അച്ഛൻ ഒരുപാട് ചിന്തിക്കാനും പറയാനും ഉണ്ടാകും. അപ്പോൾ അതാണ് അകാൽമേം ധൂപ് കവിത.